ആരെങ്കിലും കുറേ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് കുളിക്കുമോ? കുളിക്കുമെന്നേ. അങ്ങനെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ചില അല്പന്മാർ. വിശ്വാസം എന്ന പേരിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്. അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ വ്യക്തികളുടെ ചോയ്സാണ്. പക്ഷേ 4-5 ക്യാമറകൾ പല ആംഗിളിൽ കൊണ്ടുവച്ചിട്ട് ആ ക്യാമറയുടെ ആംഗിളിനെ അടിസ്ഥാനപ്പെടുത്തി കുളിച്ചാൽ അതൊരു 1.5 കുളിയല്ലേ? അതാണ് ഇന്നിപ്പോൾ കുംഭമേളയിലെ വിശ്വഗുരുവിൻ്റെ കുളിസീൻ അരങ്ങേറിയത്, അഥവാ കുളി അഭിനയം അരങ്ങേറിയത്. എന്തും അഭിനയമാണല്ലോ, എന്തും PR ആണല്ലോ. ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള കുളി വരും. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഇതുപോലെ ധ്യാനത്തിലിരിക്കാൻ പോയി. അതേപോലെ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നേരെ കയ്യിലെന്തോ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വല്ലാത്ത കുളി കുളിച്ചു. നേരെ നിന്ന് കുളിക്കാനുള്ള ഉയിരില്ല, പ്ലാസ്റ്റിക് കയറി പിടിച്ച് നിൽക്കാനേ പറ്റുന്നുള്ളൂ. എന്നിരുന്നാലും കുളിച്ചു. ആ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ നോക്കി ബോട്ടിലാണ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരവസ്ഥ! ഇനിയിപ്പോൾ കുളിയുടെ ഫ്രണ്ട് പോർഷൻ കിട്ടിയില്ലെങ്കിൽ ആ PR-കാരൻ്റെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയുള്ളതുകൊണ്ട് അവൻ ആ ബോട്ടിൽ കമിഴ്ന്ന് കിടന്നാണ് ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണം.